ില്ല. അപ്പോൾ സർക്കാർ എടുക്കുന്ന ഒരു പ്രത്യേകതരം തന്ത്രപരമായ സമീപനമാണ് അത്. അപ്പോൾ ഈ ജോർജിൻ്റെ കേസ് എടുത്ത് നോക്കുക. ഈ ജോർജിൻ്റെ കേസിൽ സർക്കാർ ഒരു നിലയ്ക്കും ജോർജ് ആ വർഗീയത മുസ്ലിങ്ങൾ പാകിസ്ഥാനിൽ പോടെ എന്ന് പറയുന്നതിൻ്റെ പേരിൽ ജോർജിനെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന കമ്മ്യൂണിക്കേഷനാണ് സർക്കാർ കാസയ്ക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ അറസ്റ്റ് ചെയ്യേണ്ടി വരികയാണ്. അപ്പോഴും സർക്കാർ ഒരു ഇരവാദം എടുക്കുകയാണ്. ഞങ്ങൾക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല, പരമാവധി സമയം ഞങ്ങൾ കൊടുത്തു. ഹൈക്കോടതി പക്ഷേ എതിർവിധി പറഞ്ഞു പോയല്ലോ, എന്നിട്ടും ഞങ്ങൾ 2-3 ദിവസം സമയം കൊടുത്തു. അപ്പോൾ ഇവരെല്ലാം കൂടി ഇവർ ബഹളം ഉണ്ടാക്കുകയാണ് ഇദ്ദേഹത്തെ പിടിക്കണമെന്ന് വെച്ച്. നിവൃത്തി ഉണ്ടായില്ല. ജോർജിന് കോടതിയിൽ പോയി കീഴടങ്ങാനുള്ള അവസരം ലഭിക്കുമല്ലോ. അപ്പോൾ ഞങ്ങൾ പരമാവധി ഇളവ് കൊടുത്തു, ഞങ്ങൾ പരമാവധി സഹായം കൊടുത്തു. പക്ഷേ ഇവർ ബഹളം വെച്ചതുകൊണ്ട്, മുസ്ലിം യൂത്ത് ലീഗുകാർ കേസ് കൊടുത്തതുകൊണ്ട് ഞങ്ങൾക്ക് ജോർജിനെ പിടിക്കേണ്ടി വരികയാണ് കേട്ടോ. ഒന്നും തോന്നരുത്. ഈ സമീപനം ഇതാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അതായത് പരമാവധി ഇളവ് കൊടുത്തതിന് ശേഷം സമ്മർദ്ദത്തിൻ്റെ ഭാഗമായി ഞങ്ങൾക്കൊന്ന് അറസ്റ്റ് ചെയ്യേണ്ടി വന്നു എന്ന സന്ദേശം കൊടുക്കാനാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. ഈ കമ്മ്യൂണിക്കേഷൻ ആർക്കുള്ള കമ്മ്യൂണിക്കേഷനാണ് ഇത്?